മോദി തലസ്ഥാനത്തെത്തി. തലസ്ഥാനം ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ, പ്രസംഗങ്ങൾ, ലോകം തന്നെ ഉറ്റുനോക്കുന്ന തരത്തിലേക്കുള്ള മോദിയുടെ വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, കരുതലുകൾ, ചേർത്ത് പിടിക്കലുകൾ എല്ലാം ആ പ്രസംഗത്തിൽ, ആ വേദിയിൽ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ആശാനാഥിൻ്റെ കാലിൽ വീഴുന്നു, വി രാജേഷിനെ കെട്ടിപ്പിടിക്കുന്നു, സാധാരണക്കാർക്കായി പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ മോദി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള. മോദിക്ക് സമ്മാനമായി നൽകിയത് തന്നെ മഹിഷി നിഗ്രഹനായ അയ്യപ്പൻ്റെ രൂപമാണ് സമ്മാനമായി നൽകിയത് തന്നെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചക്കാരെ ജയിലിലേക്ക് അയക്കും. കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം, അതാണ് മോദി പറഞ്ഞിട്ട് പോയത്. ഈ ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ മുന്നിൽ നിൽക്കുന്നത് CPM ആണെങ്കിലും എല്ലാ കണ്ണുകളും കോൺഗ്രസിന്റെ ഉന്നത നേതാവ് സോണിയാഗാന്ധിയിലേക്കാണ്. മോദിയും വിരൽ ചൂണ്ടിയത് സോണിയയിലേക്ക് തന്നെയാണോ? മോദി വിരൽ ചൂണ്ടിയത് ശബരിമല കൊള്ളക്കാരെ അധികാരത്തിൽ വന്നാൽ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഇപ്പം വെളിച്ചത്ത് കൊണ്ടുവരാൻ പ്രാപ്തമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം പന്തള സാർ പറഞ്ഞതുപോലെ ദേശീയ മാധ്യമങ്ങൾ അത് വിഷയമാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ വാർത്ത പറഞ്ഞു. അത് ശബരിമല കൊള്ള ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോകുന്നു. അപ്പം ഇതിനകത്ത് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ എത്ര പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ വാഗ്ദാനങ്ങളിലൊന്നാണ്, കാരണം ഇവിടെ വികസനം കൊണ്ടുവരണമെങ്കിൽ മോദി വരണം, അതിന് വികസനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഉണ്ടാക്കി തരണം. ആ പ്ലാറ്റ്ഫോം ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ BJP ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ജനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പം അവിടെ നിന്ന് തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ 2026 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടിയാണ് വന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട്. അതിനുശേഷം മോദി ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനായിട്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട ഈ പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്തു. സാധാരണക്കാരന്, അതായത് തട്ടുകടക്കാരനും അല്ലെങ്കിൽ റിക്ഷാക്കാരനും ഒക്കെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള വികസന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന, നമ്മളെല്ലാം ആശങ്കപ്പെടുന്ന ഒരു കാർട്ടലിനെ പിടികൂടണം. അപ്പം ആ കാർട്ടലിനെ പിടികൂടാൻ വേണ്ടി അത്തരത്തിലൊരു കേസ് വന്നപ്പോൾ നമ്മുടെ ജുഡീഷ്യറി ആവുന്നത്ര ശ്രമിച്ചു. ജുഡീഷ്യറി അല്ലെങ്കിൽ SIT പോലുള്ള ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണ സംഘത്തിനകത്തു നിന്ന് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് അത്ര അല്ലെങ്കിൽ 100% ക്ലാരിറ്റിയോട് കൂടി ഉള്ളതല്ല. അതായത് അവിടുന്ന് ചൂണ്ടിക്കാണിച്ചവരെയൊക്കെ പിടിച്ച് പ്രതികളാക്കി അകത്തിട്ടു. അതിന് പുറത്തുള്ളവരെ കണ്ടെത്തണം, ഗൂഢാലോചന കണ്ടെത്തണം, ആ സ്വർണ്ണം എവിടെ പോയെന്ന് കണ്ടെത്തണം, അതിൻ്റെ പുറകിൽ നിന്നത് ആരൊക്കെയാണെന്ന് കണ്ടെത്തണം, അതിൻ്റെ പുറകിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ CPMനപ്പുറം കോൺഗ്രസിനപ്പുറം ഒരുപക്ഷെ BJPക്ക് അകത്തുണ്ടെങ്കിൽ പോലും വെളിയിൽ വരണം. അതായത് ഇതൊരു വലിയ വികാരമായിരുന്നല്ലോ. മോദി ആ വികാരം ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ശബരിമലയിൽ സ്ത്രീ വിഷയം അല്ലെങ്കിൽ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ ഇവിടുത്തെ ജാതിമത ഭേദമല്ലേ ഹിന്ദു സമൂഹം ഒന്നിച്ചു നിന്നൊരു കാഴ്ചയാണ് കണ്ടത്. അതിനകത്ത് ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. അതിനകത്ത് വേർതിരിവുണ്ടാക്കാൻ, ഒരു അജണ്ട ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച CPMന് കിട്ടിയ അടി ഇലക്ഷൻ ശേഷം അവർ മനസ്സിലാക്കി, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അയ്യപ്പൻ്റെ കാര്യത്തിൽ ബ്രാഹ്മണനില്ല, അയ്യപ്പൻ്റെ കാര്യത്തിൽ പറയനില്ല, അയ്യപ്പൻ്റെ കാര്യത്തിൽ പൊലേനില്ല, അയ്യപ്പൻ്റെ കാര്യത്തിൽ ഈഴവനില്ല എന്നുള്ളൊരു മെസ്സേജ് കിട്ടി. അതിനുശേഷം അവർ മാപ്പ് പറഞ്ഞു. അതിനുശേഷം അയ്യപ്പൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇപ്പോൾ CPMൻ്റെ സമുന്നത നേതാക്കളാണ് അകത്ത് കിടക്കുന്നത്. അകത്ത് കിടക്കുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ കൂടി വെളിയിൽ വരുന്നത്, ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇത് CPM മാത്രമല്ല, പ്രകാശിനെ ചൂണ്ടുന്നു, സോണിയാഗാന്ധിയെ ചൂണ്ടുന്നു, ഈ അടുത്ത KPCC പ്രസിഡന്റായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ താറുപുടുത്ത് നിൽക്കുന്ന പത്തനംതിട്ടയിലെ MP ആന്റോ ആന്റണിയെ ചൂണ്ടുന്നു. അതിനകത്തുനിന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ SITക്ക് ഇതിനകത്ത് കാർട്ടലുണ്ട്, 1000 കോടി രൂപയുടെ അഴിമതിയുണ്ട്, അതിനകത്ത് ചിലരുണ്ടെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്താണ് ഈ പറഞ്ഞ SITക്ക് അപ്പുറം ഒരു അന്വേഷണം ഇവിടെ ഉണ്ടാകും. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ED വന്നിട്ടുണ്ട്. ED കേന്ദ്ര ഏജൻസിയാണ്. ED വന്നു. ഇവിടെ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ നമ്മൾ പറയാറുള്ളതാണ്, ഇതിനകത്ത് എന്താണ് ഇത്രയും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം, ആരാണ് കുറ്റക്കാരെന്ന് കണ്ടാൽ അവനെതിരെ ജനങ്ങൾ ഒന്നിക്കുന്ന ഒരു സംഭവമായിട്ട് പോലും കോൺഗ്രസ് ഇതിനകത്ത് ഇടപെടുന്നില്ല. BJP ഇതിനകത്ത് വേണ്ട രീതിയിൽ സമരം നടത്തുന്നത്. എല്ലാവരും പറയുന്നു ഇത് അന്വേഷിക്കില്ലേ, വരട്ടെ. ആ സമയത്താണ് SIT വന്നത്. SIT വന്നപ്പോൾ 11 പേർക്കപ്പുറം, ഒരുപക്ഷെ കോടതി ചൂണ്ടിക്കാണിച്ച, അല്ലെ SITക്ക് ചൂണ്ടിക്കാണിച്ച 11 പേർക്കപ്പുറം ഏതാണ്ട് 3 സംസ്ഥാനങ്ങളിൽ അന്താരാഷ്ട്ര
അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അന്താരാഷ്ട്ര കൊള്ള നടത്തുന്ന ഒരു കൊള്ള സംഘമുണ്ടെന്നും 8 സ്ഥാപനങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നും 35ഓളം പ്രതികൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നും കണ്ടെത്തിയിരിക്കുന്നു ED. അതിനുശേഷം നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് EDക്ക് ശേഷം CBI വരും. അപ്പം അതിനകത്ത് ED ഇത്രയും താല്പര്യമെടുത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഇതുപോലൊരു റെയ്ഡ് എന്ന് പറഞ്ഞാൽ PFIയുടെ റെയ്ഡായിരുന്നു. അതിനുശേഷം ഇത്രയും തയ്യാറെടുപ്പുകളോട് ഉദ്യോഗസ്ഥന്മാർ ഒരു 4 യൂണിറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ചിറക്കി ഒരുപോലെ കേരളവും തമിഴ്നാടും മഹാരാഷ്ട്രയിലും നടന്ന ഒരു റെയ്ഡിനകത്ത് വലിയ ഒരു കാർട്ടലുണ്ട്, കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ട്, അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇങ്ങനെ വന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഞാൻ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞു യുവമാർ തന്നെ വെറുതെ കൊണ്ടുവരും. സാറ് കോൺഗ്രസ്സാ, ഞാൻ CPM ആണെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ സാറ് കോൺഗ്രസ്സുകാരൻ പറയും ആ CPMനകത്ത് മറ്റേ ആളുണ്ട്. ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു സോണിയാഗാന്ധി ഉണ്ട്. അപ്പം ഇന്നലെ ശിവൻകുട്ടിയെ തള്ളിക്കൊണ്ട് CPMന്റെ ദേശീയ സെക്രട്ടറി ഇദ്ദേഹം വന്നിരിക്കുകയാണ്. ആര്? MA ബേബി എന്ന് പറഞ്ഞു. സോണിയാഗാന്ധി ഒന്നുമില്ല കേട്ടോ, പുള്ളിക്ക് അറിയാവുന്ന സോണിയാഗാന്ധി ഒന്നുമില്ല. കടകംപള്ളി സുരേന്ദ്രൻ വന്നിരിക്കുന്നു. എന്താണെന്നറിയാം? പ്രകാശും ഇല്ല, ഈ പറഞ്ഞ പോലെ സോണിയാഗാന്ധിയും ഇല്ല. എന്താണെന്നറിയാമോ? ഇദ്ദേഹം ഇപ്പം ED ഇദ്ദേഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് അറിയാം, പപ്പൻ അറിയാവുന്ന. പപ്പൻ നേരത്തെ പിടിച്ചപ്പോൾ പറഞ്ഞില്ലേ എനിക്കറിയാം എൻ്റെ അടുത്തോട്ട് വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതുപോലെ പറഞ്ഞ ദൈവതുല്യരുണ്ട്, അല്ലെങ്കിൽ മറ്റവരുണ്ട് മറിച്ചവരുണ്ടെന്ന്, അല്ലെങ്കിൽ 2004 തൊട്ടേ മന്ത്രി പറഞ്ഞിട്ട്. അപ്പൊ അറിയാമല്ലോ 2004 തൊട്ടേ ഉണ്ട്, പുറകോട്ട് അന്വേഷിക്കണം. അപ്പൊ ആ അന്വേഷണത്തിലേക്ക് വന്നല്ലോ. കുടിമരക്കുള്ള അന്വേഷിക്കണം എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അതിനുശേഷം 18-ാം പടിയിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കുന്നതാ, അല്ലെങ്കിൽ അതേ വഴിക്ക് നീങ്ങുന്ന ഒരു നേതാവ് നമ്മൾ ഇന്ത്യയിൽ ഇന്ന് 2014 ശേഷം നടന്നത് നിഷ്പക്ഷമായിട്ട് അഴിമതിയില്ലാതെ കാര്യങ്ങൾ, നമ്മൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടൊന്നുമല്ല പറയുന്നത്. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ മോദി തന്നെയാണ്. മോദി പറയുന്നതിനകത്ത്, മോദി ഇന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിനപ്പുറം ഒരു കാര്യമുണ്ട്. ആരാണ് അയ്യപ്പനെ കൊള്ളയടിച്ചത്? അതിൻ്റെ യഥാർത്ഥ പ്രതികളെ വെളിയിൽ കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം യഥാർത്ഥ പ്രതികളെ വെളിയിൽ കൊണ്ടുവരണമെന്ന് മോദി ഇതുവരെ പറയാതെ ഇന്നിവിടെ വന്ന് പറയണം. ഇന്നിവിടെ വന്ന് പറയേണ്ട കാര്യങ്ങൾ ആലോചിച്ചാണല്ലോ പറഞ്ഞത്. ആലോചിച്ച് മാത്രം കാര്യങ്ങൾ പറയുകയും ആലോചിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നതിനകത്ത് ഏറ്റവും ശ്രദ്ധാലുവാണ് മോദി. അപ്പോൾ ഇന്നിവിടെ വന്ന് വികസന കാര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ, അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യം ഈ പറയുന്നത് പോലെ ഇതിനകത്തുള്ളവരെ വെളിയിൽ കൊണ്ടുവരും. പ്രകാശ് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കൂടെ അതുകൂടെ പറഞ്ഞേക്കാം. പ്രകാശ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോറ്റിയെ കാണാൻ പോയി. എൻ്റെ നിയമസഭാ മണ്ഡലത്തിലുള്ള ആളായിരുന്നു പോറ്റി, അതുകൊണ്ട് കാണാൻ പോയി. അവിടെ ചെന്ന് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് പാരിതോഷികം കണ്ടു, ഈ ഈന്തപ്പഴമായിരുന്നു പറയുന്നു. ആയിക്കോട്ടെ, ഞാൻ അന്നേരം അവിടെ വിതരണം ചെയ്യുന്നു പറയുന്നു. പക്ഷേ സോണിയാഗാന്ധിയെ കണ്ടതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. സോണിയാഗാന്ധിയെ കാണുന്നതിന് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു. അപ്പം സോണിയാഗാന്ധിയെ കാണുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രകാശിൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ ഈ പറയുന്ന നമ്മൾ പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണിയുടെ ആവശ്യമില്ല. പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ തക്ക വലിപ്പത്തിലുള്ള ഒരു പോറ്റി എങ്ങനെ ഉണ്ടായി? അപ്പോൾ ആ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാത്രം പൊതുജനത്തിനറിയാൻ താല്പര്യമുണ്ട്. ആ താല്പര്യം നമ്മുടെ എല്ലാവർക്കും പറയാൻ പറ്റുന്നത് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. എന്താണ് സോണിയാഗാന്ധി, എന്തിനാണ് വിരുദ്ധമായിട്ട് നിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ വിഷയം രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ വെളിച്ചത്ത് കൊണ്ടാൽ CPMന്റെ പ്രയോജനം കിട്ടും. CPMനാണ് ഇതിൻ്റെ കസ്റ്റഡിയെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടാൽ കോൺഗ്രസിൻ്റെ അതിൻ്റെ പ്രയോജനം കിട്ടും. ഇപ്പോൾ സതീശൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിന്നില്ല. സതീശൻ്റെ മറുപടി പറയുന്നത് സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് ഇന്ന കാര്യത്തിന്, അഴിമതിക്കൊന്നുമല്ല വേറെ ചില കാര്യത്തിനാന്ന് വ്യക്തപ്പെടുത്തി പറയുന്നതിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. സോണിയാഗാന്ധി ക്ലിയർ ആകും. അതിന് പറഞ്ഞു ആണ്ട് സോണിയാഗാന്ധിയുടെ കൂടെ നിന്നെങ്കിലേ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മറുപടി. അല്ലാതെ അപ്പോൾ ഇവരെല്ലാം കൂടെ നടത്തിയ ഒരു കാര്യം, ഇതിനകത്ത് ആർക്കും ഈ കേസിനകത്ത് യഥാർത്ഥ പ്രതികൾ വെളിയിൽ വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വെളിയിൽ വന്നാൽ ഈ പറയുന്നവർ ഉൾപ്പെടെ അകത്തു പോകും എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമന്ത്രി ഇന്ന് വന്ന് ഉപയോഗിച്ച വാക്കുകൾ, ഐ വിൽ പുട്ട് എവരി ഫ്രോഡ്സ്റ്റർ ആൻഡ് ലൂട്ടർ ബിഹൈൻഡ് ദ ബാർസ്. നോക്കണം, ഉപയോഗിച്ച വാക്കിൻ്റെ ഒരു തീവ്രത നോക്കണം. ഫ്രോഡ്സ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അത് രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചാണ്. മുഖ്യമന്ത്രി വരെ അതിൽ വരാം, കടകംപള്ളി സുരേന്ദ്രനും വരാം. അതുപോലെ ലൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കൊള്ള ചെയ്ത ആൾക്കാർ. ഈ കൊള്ളയുടെ മാനം ദേശീയമായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ പോകുന്നില്ല. എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ദേശീയ തലത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ, ആഗോളതലം വരെ വ്യാപിച്ച ഒരു കൊള്ളയാണ് നടന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വാർത്ത എന്താണെന്നറിയാം?
2019 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനലൊരു തരിയായാലും മതിയെന്ന് അവരെ ആശ്വസിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ അതിന് ഫണ്ടില്ലായിരുന്നു. ആ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശബരിമലയെ ആ പ്രാവശ്യം 2019 ദുരുപയോഗം ചെയ്തത്. അവിടുത്തെ മാനുവൽ പ്രകാരം കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് കള്ള സ്പോൺസറെ ഉണ്ടാക്കിക്കൊണ്ട് അയലിൽ നിന്ന് പണം വാങ്ങിച്ചു. അതുപോലെ തന്നെ ഇത് വിറ്റ വകയിൽ നമുക്ക് നഷ്ടമായ സ്വർണത്തിൻ്റെ പണം വാങ്ങിച്ചു. അങ്ങനെ വലിയ ഫ്രോഡ് നടത്തിയത് ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ കടകംപള്ളിയെ തള്ളിപ്പറയാത്തത്, കടകംപള്ളി അതുപോലെ തന്നെ പത്മകുമാറിനെയും തള്ളിപ്പറയാത്തത്. ഇദ്ദേഹം ഇപ്പോഴും പറഞ്ഞത് എന്താണെന്നറിയാം, അതിൽ ചിലർ നിരപരാധികളായിട്ടുണ്ട്, ഒന്നും ചെയ്യാത്തവരുണ്ട് എന്നും പറഞ്ഞ് തടി തപ്പുകയാണ്. അപ്പോൾ അവരൊരു വലിയ നെറ്റ്വർക്കാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറയാത്തത്. ഇനി മറുവശത്തോട്ട് പോയാലോ, അടൂർ പ്രകാശനും ആൻ്റണി എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ അന്ന് പോയത്? ആരാണ് അനുവാദം വാങ്ങിച്ചോടെ ഇന്ന് വരെ അറിയാമോ? പ്രകാശ് പറഞ്ഞ പുള്ളിക്കറിയത്തില്ല, പുള്ളിയെ വിളിച്ചു. അത് പുള്ളി പറഞ്ഞ എന്താ, ഇവൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പോവില്ലെന്ന്. കിട്ടാത്തൊന്നും നമ്മൾ അവർ തമ്മിൽ ആദ്യമായിട്ട് കാണുവാണെന്ന് അല്ല, വിവരം പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിന് പുറത്ത് പലവട്ടം ഇയാളെ കണ്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. കണ്ടു എന്ന് മാത്രമല്ല, കടകംപള്ളി കൊടുത്ത പോലെ സമ്മാനം ഇയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തു വരുന്ന കാര്യം എന്താ, കോൺഗ്രസും അതുപോലെ CPM ഇതിൽ കൂട്ടുകക്ഷികളാണ്. രണ്ട് ഭാഗത്തും ഈ കള്ളക്കടത്തിനും ഈ കൊള്ളയ്ക്കും കൂട്ടുനിന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ഭാഗവും ഇതുവരെ പേര് വരാത്ത ആർക്കാ? BJP. അത് സ്കോർ ചെയ്യാൻ തന്നെയാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. നേരത്തെ അമിത്ഷാ വന്നപ്പോൾ എന്തുവാ പറഞ്ഞത്? അമിത്ഷാ വന്നപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, ദയവായിട്ട് CBI അന്വേഷണത്തിന് ഉത്തരവിടാം. അത് വളരെ സ്മോൾ ഡോസിൽ കൊടുത്തിട്ട് പോയി. ഇത് വളരെ ശക്തമായ ഡോസിലാണ്. കാരണം ഈ CBIയെ അമിത്ഷായുടെ മുകളിൽ ഇത് നിയന്ത്രിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി. പുള്ളി പറഞ്ഞാൽ CBI അന്വേഷണം വേണമെന്ന്. CBI ആൾറെഡി റെഡിയാണ്. ഇനിയിപ്പോൾ കോടതിയുടെ ഒരു ഉത്തരവും കൂടെ മതി. കേരള ഹൈക്കോടതി അനുവദിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ പോയിട്ട് വാദിച്ചിട്ട് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം പറയും. കാരണം രാജ്യത്തിന് അതിന് നാണക്കേടാണ്, ദേശദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്. ഭക്ത ഹിന്ദു നിന്ദ, അത് നമ്മൾ സംസാരിക്കുന്നില്ല. ഹിന്ദു നിന്ദയാണ് ചെയ്തത്. ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിൽ മൈനറായ അയ്യപ്പന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതുപോലെ കാണിക്കയിലെ വിലപ്പെട്ട സാധനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. വാജിവാഹനം അടിച്ചുകൊണ്ട് പോയിരുന്ന ആചാരമാണെന്ന് പറയട്ടെ. ഈ തന്ത്രി എന്ന് പറയുന്ന ആളാരാ? തന്ത്രി ഇതിന് മുഴുവൻ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള ആളാണ്. അയാൾ എന്ത് സംരക്ഷണം കൊടുത്തെന്ന് നമ്മളിപ്പോൾ കണ്ടല്ലോ. മുഴുവൻ സാധനങ്ങളും അടിച്ചു മാറ്റി, ഒന്നിനും ഒരു വെളിവും തെളിവും ഇല്ലാത്ത രീതിയിലാക്കിയില്ലേ. ഇപ്പോൾ അവസാനം പ്രശാന്ത് പറഞ്ഞ പോലെ ED 21 സ്ഥലങ്ങളിൽ 3 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം നടത്ത റെയ്ഡിലാണ് ഈ 30 കോടി രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് കണ്ടെത്തിയത്. ഈ SIT എന്തെടുക്കുമായിരുന്നു ഇത്രയും നാൾ? ഇത്രയും വലിയ കള്ളനാണെന്ന് എന്തുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കണ്ടെത്താൻ പറ്റിയില്ല? ED ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് മുഴുവൻ കണ്ടെത്തിയില്ലേ? ഒരൊറ്റ ദിവസം കൊണ്ട് അവർ കൊടുങ്കാറ്റായില്ലേ? ഇപ്പോഴും ഇളങ്കാറ്റായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് SITയും മറ്റും. ഇളങ്കാറ്റായിട്ട് മന്ദമാരുതനായിട്ട് ഇങ്ങനെ കാറ്റുണ്ടല്ലോ, നമ്മുടെ ഈ പങ്കയൊക്കെ വീശുമ്പോൾ കിട്ടുന്ന കാറ്റ് സുഖിപ്പിക്കുന്ന പോലെ ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും സുഖിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ അവർ? അല്ലേ? സാമാന്യ യുക്തി വെച്ച് പറഞ്ഞാൽ മതി അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രധാനമന്ത്രി ഈ കൊടുങ്കാറ്റിനേക്കാൾ വലിയ പ്രചണ്ഡവാദമായിട്ട് തന്നെ വരും. പറഞ്ഞതുപോലെ നടത്തുന്ന ആളാണ് അദ്ദേഹം. നമ്മൾ വിചാരിക്കുന്നത് നടക്കാൻ പോകാത്ത സ്വപ്നമാണെന്ന്, പക്ഷേ അത് നടത്തും പ്രധാനമന്ത്രി. അതൊരുപാട് ഉദാഹരണങ്ങളുണ്ട്, സമയം കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ അന്വേഷണം നടക്കും. ഈ കള്ളന്മാരൊന്നും രക്ഷപ്പെടും, പരസ്പരം അങ്ങോട്ട് പുറച്ചൊറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. എല്ലാവരെയും ജയിലിന് അഴിക്ക് പിന്നിൽ അഴി എണ്ണിപ്പിക്കും. എത്രയൊക്കെ അസുഖം നടിച്ച് അഭിനയിച്ച് കിടന്നാലും അവരെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അത് കൊണ്ടുവരണം. അയ്യപ്പനാൽ നിയുക്തനായിരിക്കുന്ന വ്യക്തിയാണ് അതിന് പ്രധാനമന്ത്രി. അതിൻ്റെ അവതാരം തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം, സങ്കല്പിക്കാം, വിചാരിക്കാം.